എന്നാണോ? ശ്രീ ഗോപിയാണ് ഗുരുവായൂരിൽ നിന്നും. ശ്രീ ഗോപി, താങ്കൾക്ക് പറയാം. സാറേ, ഈ സന്യാസിനിമാർക്ക് എന്തിനാണ് പെൻഷൻ? എന്തിനാണ് സിസ്റ്റർമാർക്കും മറ്റ് സന്യാസിനിമാർക്കും? അവരെ നോക്കുന്നത് സഭയല്ലേ? സിസ്റ്റർമാരുടെ പലരുടെയും ജീവിതാവസ്ഥകൾ കഴിഞ്ഞ ദിവസമൊക്കെ അറിയാമല്ലോ. അവരുടെ ജീവിതാവസ്ഥകൾ അത്യന്തം ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് റേഷൻ കാർഡ് പോലും ഇല്ലാതെ ഈ സഭയാണെന്നൊക്കെ പറയുമ്പോൾ ഈ സഭയുടെ നേതൃത്വമായി തെറ്റിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനിഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതമൊക്കെ വലിയ കഷ്ടമാണ്. അല്ല, അവര് സഭയുടെ കീഴിലല്ലേ? ആരുടെ കീഴിലായാലും അവർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അതെനിക്ക് അതിനോട് വലിയ അഭിപ്രായമില്ല. എനിക്കതും ഈ പട്ടിണി പാവങ്ങൾ എത്രയുണ്ട് ഈ പെൻഷൻ കിട്ടാതെ? അവർക്കെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, അല്ലാതെ ഒരുത്തരെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് മാത്രം നൽകിയല്ലോ. ഞാനിത് പറഞ്ഞത് മാത്രമല്ല, എന്റെ അഭിപ്രായം പറഞ്ഞു മാത്രം. ഇതൊരു അധിക തെളിവ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ അവരെയും ഈ സമൂഹം നോക്കണ്ടേ? ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ അവരെ കൂടി നോക്കേണ്ട? അവര് സഭയുടെ പേരിലല്ലേ, സഭയുടെ കീഴിലല്ലേ അവർ ജീവിക്കുന്നത്? ഗോപി, ഞാനതാണ് പറഞ്ഞത്. സഭയുടെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ ഒരു അനിഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ജീവിതമൊക്കെ വലിയ കഷ്ടമാണ്. ഇവർക്ക് സ്വന്തമായി വരുമാനമില്ല, വീട്ടിലേക്ക് മടങ്ങി പോകാനാവില്ല, വീടുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്നവരാണ്. ഇവർക്ക് റേഷൻ കാർഡിന്റെ തുക പോലും കിട്ടാത്ത 4-5 പേർക്ക് റേഷൻ കാർഡ് കൊടുത്തതൊക്കെ താങ്കൾ കണ്ടു കാണുമല്ലോ. അല്ല, അത് സംബന്ധിച്ച് അത് തെറ്റ് ചെയ്ത് പുറത്തു പോകുന്നവർക്കും അല്ലെങ്കിൽ അവരെ പുറത്താക്കുന്നവർക്കുമാണ് ബുദ്ധിമുട്ട്. പുറത്താക്കുകയല്ലല്ലോ ഇവര്. അവർക്ക് പുറത്താക്കിയാൽ അവർക്ക് എവിടെയെങ്കിലും പോകാൻ സ്ഥലമുണ്ടോ? ഇല്ലല്ലോ. പുറത്താക്കിയാൽ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ സ്ഥലമില്ലല്ലോ. അവിടെ നിൽക്കുന്ന ആളുകൾ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു ചെറിയ സഹായം കൊടുക്കുന്നവർ തെറ്റാണ്. ഹിന്ദു കന്യാസ്ത്രീയായാലും ഹിന്ദുവിൽ എങ്ങനെയാണ് അങ്ങനെ വല്ല സംവിധാനം ഉണ്ടോ? എനിക്കറിയാം. അതിനകത്തൊക്കെ മതം കാണുന്നത് എന്തിനാണ്? ഹിന്ദുവിന് അങ്ങനെ എന്തെങ്കിലും സംവിധാനം അറിയപ്പെട്ടാണ് അവര് ജീവിക്കുന്നത് സഭയുടെ കൂടെയാണ്. സഭയെ അവര് നോക്കുന്നത്. അത് ഞാൻ പറഞ്ഞോളൂ, വേറെ ഒന്നുമില്ല. ഗോപി, താങ്കളുടെ വികാരം എനിക്ക് മനസ്സിലായി. താങ്കളുടെ വികാരം അതിനകത്ത് മതമാണ് വിഷയം, അല്ലാതെ മറ്റൊന്നുമല്ല. ഏത് മതത്തിൽപ്പെട്ടവരായാലും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഏത് സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. ഇത് ഹിന്ദു സന്യാസിനിമാരുണ്ട്. അവർക്ക് സന്യാസിനിമാർ എവിടെയാണ് ശ്രീ ഗോപി ഉള്ളത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. താങ്കൾ എവിടെയാണ് അങ്ങനെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സന്യാസിനി രൂപം അങ്ങനെ ഉണ്ടോ? സഭയുടെ കീഴിൽ ജീവിക്കുമ്പോൾ ഹിന്ദുക്കൾ കൊണ്ടുവന്ന കാര്യം പറഞ്ഞില്ല. അത് എവിടെയാണ്, എങ്ങനെയാണുള്ളത്? എനിക്കറിയില്ല. കന്യാസ്ത്രീകളുടെ രീതിയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എവിടെയെങ്കിലും ഉള്ളതായി എന്റെ അറിവിലില്ല. ഇതൊരു അറിയപ്പെട്ടാണ്. അതെന്താണ് അതിന് അറിയപ്പെട്ടാവുന്നത്? അപ്പോൾ ഈ താങ്കൾ പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ ഇതുപോലെയുള്ള പല അഗതി മന്ദിരങ്ങളിലോ അല്ലെങ്കിൽ അത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ നടത്തുന്ന അഗതി മന്ദിരങ്ങളൊക്കെ താമസിക്കുന്ന ആളുകളും കൊടുക്കുന്നില്ലേ? സഹായത്തിന്റെ ആവശ്യമില്ല, സഭയ്ക്കകത്ത് നിൽക്കുമ്പോ അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ഓരോരുത്തരെയും ഒരു സഹായം പാവപ്പെട്ടവർക്ക് നൽകുന്നതിൽ പോലും മതം കാണേണ്ട കാര്യമില്ല. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അരുൺ സാർ, വണക്കം. വണക്കം. എന്തായാലും ഞാൻ രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ, അതായത് ഇതിന്റെ മുന്നത്തെ ബഡ്ജറ്റുകളും ഇതിന്റെ മുന്നത്തെ വേർഷൻ, അതായത് 2021 തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റും വെച്ച് നോക്കുമ്പോ എന്റെ പരിമിതമായിട്ട് അറിവ് വെച്ച് പറയുകയാണ്, തോമസ് ഐസക്ക് കുറച്ച് വീമ്പനായിട്ടുള്ള ഒരു വീമ്പത്തരം പറയുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു. പക്ഷെ അത്രത്തോളം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.